ശൈത്താന്മാർ ഒരു വേദഗ്രന്ഥം അവർക്ക് ഉണ്ടാക്കി ഓതി കൊടുത്തു. തിലാവത്ത് നബിമാരാ ചെയ്യേണ്ടത്. യത്ലു അലൈഹിം ആയാത്തി. തിലാവത്ത് ചെയ്യേണ്ടത് ആരാ? നബിമാരാ. ഇവിടെ തിലാവത്ത് ചെയ്ത് കൊടുത്ത് ഇസ്രായേൽക്കാരാ. ആരോധി കൊടുത്തു? ശൈത്താന്മാർ ഓതി കൊടുത്തു. അപ്പോൾ അവർക്കൊരു വേദഗ്രന്ഥം പോലെ ഉണ്ടാക്കി കൊടുത്തു. ആര്? പിശാച്. അങ്ങനെ ഉണ്ടാക്കിയ വേദഗ്രന്ഥമാണ് കപാല. കപാല എന്നൊരു വേദഗ്രന്ഥമുണ്ട്. ആർക്ക്? ജൂതന്മാർക്ക്. അതാണ് എല്ലാ കൂടോത്രത്തിന്റെയും കേന്ദ്രം. ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാർ ആരെന്നറിയോ? ഇസ്രായേലിലാണ്. എന്നും അതിലുണ്ടാക്കിയ രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്ക നിലനിൽക്കുന്നത് കൂടോത്രം കൊണ്ടാണ്. അതിലുണ്ടാക്കിയ രാഷ്ട്രം ബ്രിട്ടൻ, അതിലുണ്ടാക്കിയ രാഷ്ട്രം ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്. ഒക്കെ എല്ലാം കൂടോത്രം. കൂടോത്രം അല്ലാതെ ഒരു നിലക്കാൻ കഴിയില്ല. കൂടോത്രത്തിന്റെ പിതാവാര ദജ്ജാൽ. ദജ്ജാൽ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? ദജ്ജാൽ മരിച്ചവരെ ജീവിപ്പിക്കും. കൂടോത്രം കൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ മുഅ്ജിസത്ത് വേണം, അല്ലെങ്കിൽ കറാമത്ത് വേണം. അത് രണ്ടും ഉണ്ടാവില്ല. എന്നാലും മരിച്ചവരെ ജീവിപ്പിക്കും. എന്തുകൊണ്ട്? ഇങ്ങനെ ഒപ്പുള്ളൂ. എന്താ ഉറങ്ങണത്? എന്ത് കൂടോത്രം? ദജ്ജാലിന്റെ പ്രൊഡക്റ്റ് ആണ് അവയെല്ലാം. ലോകത്തെ ശാക്തിക രാജ്യങ്ങൾ ദജ്ജാലിന്റെ പ്രൊഡക്റ്റ് ആണ്. ദജ്ജാൽ അവരുടെ ഇമാമാണ്. ദജ്ജാൽ അവരുടെ ഇമാമാണ്. അമേരിക്കയുടെ ഡോളറിന്റെ പുറത്തെ അടയാളം ഒറ്റക്കണ്ണാണ്. അമേരിക്കയുടെ ഡോളറിന്റെ പുറത്തെ അടയാളം ഒറ്റക്കണ്ണാണ്. എന്താണ് ഇവർക്കൊരു ഒറ്റക്കണ്ണിന്റെ കാര്യം? ഒറ്റക്കണ്ണൻ ദജ്ജാലാണ്. ഒരു ഡോളർ ആരെങ്കിലും ഇപ്പൊ ഞങ്ങൾ ചേരാം. ഇങ്ങോട്ട് എടുക്കി ഒരു ഡോളർ എടുക്കി, ഒറ്റ ഡോളർ എടുക്കി. ഡോളറിന്റെ പുറത്ത് ഒറ്റക്കണ്ണുണ്ട്. ഹബീബായ നബി പറഞ്ഞത് അവൻ ഒറ്റക്കണ്ണനാണ്. അവൻ കള്ളനായ ഒറ്റക്കണ്ണനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ പിന്നാലെ പോയി ഇസ്രായേലിയം. അമേരിക്കയുടെ ബേസ്മെന്റ് ഇസ്രായേലിസം. ബ്രിട്ടന്റെ ബേസ്മെന്റ് ഇസ്രായേലിസം. സ്കോട്ട്ലൻഡിന്റെ ബേസ്മെന്റ് ഇസ്രായേലിസം. എന്താ ഇസ്രായേലിയത്ത്? എല്ലാം നശിപ്പിച്ചു. ഇഞ്ചിയിലോ? ഇഞ്ചിയിൽ ഭൂമിയിൽ നിലനിൽക്കുന്നത് 3 കൊല്ലാണ്. 3 കൊല്ലം. AD 29 ഭൂമിയിൽ ഇഞ്ചിയിൽ വരുന്നത്. AD 32 ഈസായ ഉയർത്തപ്പെട്ടു അലൈഹിസ്സലാം. ഭൂമിയിലാകെ ഇഞ്ചിയിൽ നിലനിൽക്കുന്നത് ഓൺലി 3 years ആണ്. 3 കൊല്ലം. AD 29 ഇഞ്ചിയിൽ വന്നു. AD 32 ഈസ ഉയർത്തപ്പെട്ടു അലൈഹിസ്സലാം. പിന്നെ ഇഞ്ചിയിലില്ല. ഇഞ്ചി നശിപ്പിച്ചു. കൃപയമായി ഇഞ്ചിയിൽ പഠിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. ഈസ വരുമ്പോൾ അലൈഹിസ്സലാം ജെറൂസലേമിലെ ഭരണാധികാരികൾ റോമക്കാരായിരുന്നു. ഈസ അലൈഹിസ്സലാം വേട്ടയാടിയവരും അവര് തന്നെയാണ്. ശത്രുക്കളും അവര് തന്നെയാണ്. അവരുടെ മധ്യത്തിൽ നിന്നാണ് ഉയർത്തപ്പെട്ടത്. പിലാത്തോസ് അവരുടെ പ്രതിനിധിയാണ്. ജൂഡാസ് അവർക്ക് വേണ്ടിയുള്ള ഒറ്റുകാരനാണ്. റോമക്കാരാണ്. പിന്നെ AD 4-ാം നൂറ്റാണ്ടിൽ റോമക്കാർ നശിപ്പിക്കപ്പെട്ട ഈ ഇഞ്ചിലിന്റെ കൂടെ നിന്നു. നശിപ്പിക്കപ്പെട്ട ഇഞ്ചിലിന്റെ കൂടെ നിന്നു. അയാളാണ് കോൺസ്റ്റാന്റിൻ ചക്രവർത്തി. അയാളുടെ ഓർമ്മക്ക് വേണ്ടിയാണ് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും നഗര കവാടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ഒരു പട്ടണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല, തിരിച്ചു വരും. അപ്പൊ ആ വേദഗ്രന്ഥങ്ങൾ എല്ലാവരും നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അവരെന്ത് ചെയ്യും? മുഹമ്മദ് മുസ്തഫ 2 കാര്യത്തിലാണ് ഓരോ ഇൻഡസ്ട്രികൾ പിടികൂടുക. ഒന്ന്, ഹദീസിനെ നിഷേധിക്കും. ഹദീസിനെ നിഷേധിച്ചാൽ ഖുർആന്റെ ബയാനില്ലാതെയാവും. ഖുർആന്റെ ബയാനില്ലാതെയായാൽ ജനങ്ങൾ ഇരുട്ടിൽ തപ്പും. എന്തുകൊണ്ട്? യത്ലു അലൈഹിം ആയാത്തി. ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് മുസ്തഫയാണ്. ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മനുസിലയിലെയും ഇറക്കപ്പെട്ടതിന് അവർക്ക് മനസ്സിലാക്കാൻ ഒറ്റക്ക് പറ കഴിയില്ല. അവർ ഓരോരുത്തരും വിശദീകരിച്ചോട്ടെ എന്നല്ല. ഖുർആൻ ഒരാൾ തോന്നിയതുപോലെ വിശദീകരിച്ചാൽ നരകത്തിൽ അവൻ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു കാക്കട്ടെ. അപ്പൊ പിന്നെ എന്ത് വേണം? ഹദീസ് വേണം.
ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അങ്ങ് വിശദീകരിച്ചു കൊടുക്കാതെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഒന്നാം കലിമയുടെ ബയാൻ രണ്ടാം കലിമയെന്ന് മനസ്സിലാക്കും. രണ്ടാം കലിമ നിസ്സാരപ്പെടുത്തിയാൽ ഒന്നാം കലിമ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാം കലിമ മനസ്സിലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്ത്? രണ്ടാം കലിമ മനസ്സിലാക്കുക. ഏതാ രണ്ടാം കലിമ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ ഒന്നാം കാലക്കാർ ഭാഗ്യവാന്മാരാ. അവർക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. രണ്ട് ഷഹാദത്ത് കലിമയിൽ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. രണ്ടാം കലിമ മാറുന്നുണ്ട് ഒരവസ്ഥ. രണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഒന്നാം കലിമ മാറൂല, രണ്ടാം കലിമ മാറും. രണ്ടാം കലിമയിൽ രണ്ടവസ്ഥ ഉണ്ട്. ഒന്നാം കലിമ മാറുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാം കലിമ മാറൂല. രണ്ടാം കലിമയിൽ രണ്ടവസ്ഥ ഉണ്ട്. ഒരവസ്ഥ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അതൊരവസ്ഥ. ഒരവസ്ഥ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാം കലിമ മാറുകയില്ല, രണ്ടാം കലിമ മാറും. ഒന്നാം കലക്കാർ ഭാഗ്യവാന്മാരായിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് രണ്ടാം കലിമ ഹുദൂറാണ്. ഒന്നാം കലിമ ഹുദൂറാക്കാൻ കഴിയില്ല. തലക്ക് പണി കൊടുത്താലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് തലക്ക് പണി കൊടുക്കണം. ഒന്നാം കലിമ മാറൂല. ഒന്നാം കലിമയ്ക്ക് ദാഖിലാകാൻ കഴിയില്ല രണ്ടാം കലിമയിലൂടെ അല്ലാതെ. രണ്ടാം കലിമയോ? രണ്ടാം കലിമയ്ക്ക് ഹുദൂറുണ്ട്, ഗൈബത്തുണ്ട്. ഒന്നാം കലിമ എന്നും ഗൈബത്തിലാണ്. ഗൈബത്ത് കൊണ്ട് പിന്നെ യഖീനാണ്. യഖീൻ ഉറപ്പിച്ചിട്ട് അതിന്റെ ഹുദൂറിന്റെ മഖാമിലാക്കി വെക്കും. പക്ഷെ അത് എന്നും എന്തായിരിക്കും? ഗൈബത്തിലായിരിക്കും. എന്ത്? ഒന്നാം കലിമ. പിന്നെ അത് ഹുദൂർ പോലെ ആക്കി വെക്കും ഈമാൻ കൊണ്ട്. പക്ഷേ രണ്ടാം കലിമക്ക് വ്യക്തമായ ഹുദൂറുണ്ട്, സാന്നിധ്യമുണ്ട്, അസാന്നിധ്യമുണ്ട്. രണ്ടാം കലിമ രണ്ട് കോലത്തിൽ മൊഴിഞ്ഞവർ ചരിത്രത്തിലുണ്ട്. ഒന്ന് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഒരവസ്ഥ. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ കമാലിയത്തിന്റെ ഈമാനാണ്. അതെന്താ? അവർക്ക് ഒരു പ്രത്യേക ടൈറ്റിൽ ഉണ്ടായിരിക്കും. അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവർ പിന്നെ പിഴക്കൂല. അസ്ഹാബി കുല്ലുഹും അദൂൽ, എന്റെ സ്വഹാബികളെല്ലാം നീതിമാന്മാരാവും. എന്തുകൊണ്ട്? അവർക്ക് ഗൈബത്ത് ഉണ്ടായില്ല, അവർക്ക് ഹുദൂറാണ്. അവർക്ക് അസാന്നിധ്യമില്ല. നബി അവർക്ക് എന്താണ്? സാന്നിധ്യമാണ്. പിന്നെ നാശാവൂല. ആഖിർ കലാമാണ്. ആഖിർ കലാം എന്ന് പറഞ്ഞാൽ ആഖിർ കലാമാണ്. കലാമല്ല വർത്താനം, കലാമല്ല മർമ്മം. ആഖിർ കലാം എന്ന് പറഞ്ഞാൽ അത് ആന്തോളനമാണ്. എന്തിന്റെ? ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. മാഷേ, ഇവിടെ കലാം നടന്നാലേ ഇവിടെ കലാം നടക്കൂ. ഇവിടെ കലാം നടക്കണം. ഇവിടെ കലാം. ഇത് തള്ളിയതാ പുറത്തേക്ക്. ഇത് തള്ളിയതാ. അസ്രായിൽ നിൽക്കിയപ്പോൾ പുറത്തുനിന്ന് പുറത്തേക്ക് തള്ളി. മനസ്സിലായില്ല? അസ്രായിൽ ഇങ്ങോട്ട് ഞെക്കി. അപ്പോൾ കുടത്തുനിന്ന് ഭാര്യ മനുഷ്യന്മാരെ കുടത്തിന് നിൽക്കിയാൽ എന്താവും? തള്ളൂലോ. അസ്രായിൽ ഇങ്ങ് നിൽക്കിയപ്പോൾ പുറത്തേക്ക് തള്ളി. ഇവിടുന്ന് ഇത് കൊടാണ്. കലാം ഇവിടെ നിറഞ്ഞാലല്ലേ നിൽക്കിയ പുറത്തേക്ക് അവിടെ ഉള്ളൂ. ഇന്നൽ കലാമ, കലാം ഇവിടെയല്ല, ലഫിൽ ഫുആദി, അത് ഇവിടെയാണ്. വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇവിടെയുണ്ട് എന്നതിന് തെളിവാണ് ഇവിടെ വന്നത്. ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ വരൂല. ഇവിടെയല്ല വിഷയം, ഇവിടെയാണ്. ചിലപ്പോ മുണ്ടാട്ടം നിന്ന് നോക്കാം, എന്നാലും പേടിക്കണ്ട. മനസ്സിലായില്ല? ഒരുത്തൻ മരിക്കാൻ കാലത്ത് എന്തായി? മിണ്ടാട്ടു നിന്നു. ബേജറാണ്ട. അവൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ഓൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടില്ല എന്നേ ഉള്ളൂ. ഒരാൾക്ക് മിണ്ടാട്ടം നിന്നൂടെ? അതിന്റെ മൂമിനായ മനുഷ്യൻ മരിക്കാൻ നേരത്തെ മിണ്ടാട്ടം ഇല്ലാതായിക്കൂടെ? സംസാരിക്കാനേ കഴിഞ്ഞില്ല. എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് അവനെ ICUലാക്കി. ആകെ പിടിച്ച് കൂട്ടി വായു വരെ അടച്ചു. എന്നാലും എവിടെ സംസാരിക്കും? പറയാം. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. പഠനണ്ടാണത്. ഇത് ഹുദൂറിലായാൽ രണ്ടാം കലിമ ഹാളിറായവർക്ക് പിന്നെ ഗൈബത്ത് ഉണ്ടാവുകയില്ല. അവർക്ക് ഒന്നാം കലിമയും ഹാളിർ പോലെയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ നീതിമാന്മാരായിരിക്കും.
അവരെ കണ്ടോര് വരെ നന്നാകും. ആ സ്വഹാബി കന്നുജൂമി, അതിൽ ഒരല്പനേരം നബിയെ കണ്ടവരുണ്ടായിട്ടുണ്ട്. 23 കൊല്ലം കണ്ടവരുമുണ്ട്, 1 സെക്കൻഡ് കണ്ടവരുമുണ്ട്. എല്ലാവരും കണ്ടവർ തന്നെ, എല്ലാവർക്കും ഹബീബായ നബി ഹുളൂറിൽ തന്നെ. മനസ്സിലായില്ല? രണ്ടവസ്ഥ ഉണ്ട്. 1 സെക്കൻഡ് നബിയെ കണ്ടവരുണ്ട്, 1 ആഴ്ച കണ്ടവരുണ്ട്. ഇതിൽ അസ്ഹാബില്. പക്ഷെ അവരൊക്കെ ആരെന്നെ പറയാം, അവരൊക്കെ ആരെന്നെ? അസ്ഹാബന്നെ. സ്വഹാബി, എന്റെ സ്വഹാബികൾ കുല്ലുഹും അദൂലുൻ, അവരെല്ലാം നീതിമാന്മാരാണ്. മുഹമ്മദ് മുസ്തഫ. എന്റെ സ്വഹാബികൾ ഉണ്ടല്ലോ, എന്റെ സ്വഹാബികൾ കന്നുജൂമി, നക്ഷത്രങ്ങളെ പോലെയാണ്. ഒരു ഹദീസ് അത്തരം ആളുകൾ അവരാൾ മന്നലറയിലേഹിം സഈദ, അവരെ ഒന്ന് നോക്കിയാൽ പോലും ജയിക്കുകയും ലാ യസ്ഖാ ബഅദഹാ അബദാ, പിന്നവൻ ദോഷിയായി തീരുകയും ഇല്ല. സഹാബി ഒരു നോട്ട് നോക്കിയാൽ മതി, സഹാബി ഒരു നോട്ട് നോക്കിയാൽ തന്നെ. എന്തുകൊണ്ട്? ഇവന് ഗൈബത്താണെങ്കിലും ആ ആൾക്ക് ഹാദിറാണ്. അപ്പോൾ അയാൾ വഴി ഇവനും ഹാദിറായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അയാൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അല്ല, അഷ്ഹദു അന്നക റസൂലുള്ളാഹി. പഠിക്കൊന്നും വേണ്ട, 1 സെക്കൻഡ് മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരായുസ് മുഴുവൻ, ഇനി ഞാൻ പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. ഒരായുസ് മുഴുവൻ മുഅ്മിൻ ഈ ആയുസ് മുഴുവൻ ചെയ്യേണ്ടത് ഗൈബത്തിൽ കിടക്കുന്ന നബിയെ ഹളൂറിൽ കൊണ്ടുവരാൻ ശ്രമിക്കലാണ്. അതാണ് മുഹമ്മദിയത്ത്. അവനെ ലയിക്കുക. ആരില്? മുഹമ്മദ് മുസ്തഫയിൽ. മുഹമ്മദ് നബി നടക്കും പോലെ, മുഹമ്മദ് നബി ഇരുന്നത് പോലെ, മുഹമ്മദ് നബി പറഞ്ഞ പോലെ, മുഹമ്മദ് നബി ചെയ്തതുപോലെ ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ അവൻ്റെ മൊത്തം സെക്കൻഡുകളിലും ഹാളറാണ് ആര്? മുഹമ്മദ് മുസ്തഫ. സ്വഹാബി അല്ലെങ്കിലും സ്വഹാബി പോലെയാവും. അപ്പോൾ റസൂലുള്ളാഹി വഹുവല്ല, റസൂലുള്ളാഹി അന്തയാണ്. അന്തയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. അവിടെ ഗൈബിലല്ല, അവിടെ ഹുളൂറിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായിട്ടുള്ളവരെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അങ്ങേക്ക് സലാം എന്ന് മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞാൽ പോരാ, അവിടെ എത്താൻ അവൻ അധ്വാനിക്കണം. ഗൈബത്തിൽ നിന്ന് നബി എങ്ങോട്ട് കൊണ്ടുവരണം? പറയും, എന്തിലേക്ക് കൊണ്ടുവരണം? ഹുളൂറിലേക്ക് കൊണ്ടുവരണം. സാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരണം. സാധാരണ മനുഷ്യരുമായി ഒരാൾ ഇടപഴകുമ്പോൾ എന്താണ്ടാവുക? സാന്നിധ്യത്തിൽ നിന്ന് മറിഞ്ഞ് അസാന്നിധ്യത്തിലാവും. എന്നാൽ മുത്തുനബി അസാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് വരും. നല്ല ചങ്ങാതിയായിരുന്നു, 2 ആൾ ഭയങ്കര ചങ്ങാതിയായിരുന്നു ദുബായ് ജീവിത കാലഘട്ടത്തിൽ. പിന്നെ അവർ 2 ആളും അങ്ങനെ വിട്ടുപിരിഞ്ഞു. പിന്നെ ഒരാൾ കാസർകോട്ടുകാരനാണ്, ഒരാൾ തിരുവനന്തപുരത്തുകാരനാണ്. പിന്നെ ഭയങ്കര ചങ്ങാതിമാരായിരുന്നു. പിന്നെ 25 കൊല്ലം, 35 കൊല്ലം, 45 കൊല്ലം കഴിഞ്ഞിട്ട് അവർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളൂ. ആ പഴയ ലോകത്തിന്റെ അവിടേക്ക് എത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? നേരത്തെ ഹുളൂറിലായിരുന്നത് പിന്നീട് ഗൈബത്തിലേക്ക് പോയി. മുത്തുനബി അങ്ങനെയല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഒരു മുഅ്മിനായ മനുഷ്യന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഗൈബത്തിൽ നിന്ന് ഹുളൂറിലേക്ക് വരും. ഇങ്ങോട്ട് വരും. അവൻ കൊതിച്ചു പോകും. ലൗറാനി, എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, എന്നെ സ്വപ്നത്തിൽ കാണാൻ അവൻ കൊതിച്ചു പോകും. എന്നെ സ്വപ്നത്തിൽ കണ്ടാലോ ഹുളൂറിൽ കണ്ടതുപോലെ മൻ റആനി ഫിൽ മനാനി ഫസറയറാനി ഫിൽ യഖ്ലാ, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ നേരിട്ടും കാണും എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ലാ, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ലാ, പിന്നെ അവൻ നേരിട്ട് സന്തോഷത്തിൽ എന്നെ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതായാലും നബിയെ സന്തോഷിച്ച് അള്ളാഹിന്റെ കോടതിയിലെങ്കിലും വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ ബിഅഹ്ലിഹി വമാലിഹി, എല്ലാം നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹിനെ കണ്ടു കിട്ടിയെങ്കിൽ എന്ന് ഓർമ്മിച്ചു. കാരണം അവന്റെ പ്രേമഭാജനമാരായി മാറും മുഹമ്മദ് മുസ്തഫയോ. അവന്റെ പ്രേമഭാജനം പിന്നെ ആരാണ്? അവന്റെ പ്രേമഭാജനം ആരാണ്? മുത്തുനബിയാണ്. ഒക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. بأهله وماله لو رآني بأهله وماله شاقها كلما لج الهوى نحلوا جسما وفي وصلها أموالهم نحلوا. ഇയാളെ പ്രേമിച്ചു പോയാൽ സ്വന്തം സമ്പത്തും മക്കളും ഒക്കെ ചെലവാക്കും ആളെ നീട്ടാൻ വേണ്ടിയിട്ട്. شاقها كلما لج الهوى نحلوا جسما وفي وصلها أموالهم نحلوا
കഅബ് ബിൻ സുഹൈർ പാട്ട് പാടുകയാണ് മുത്തുനബിയുടെ മുന്നിൽ. ഈ പ്രേമഭാജനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇയാളെ പ്രേമിച്ചു പോയാൽ മുതൽ മുഴുവനും പോയാലും വേണ്ടില്ല, എന്റെ പ്രേമഭാജനത്തെ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് കാമുകന്മാർ കൊതിക്കുക. സുആദിനെ പറ്റി പറഞ്ഞതാ. ആരവിടെ സുആദ്? മുഹമ്മദ് മുസ്തഫ. സുആദ് എന്ന കാമുകിയോട് ഉപമിക്കാണ് മുഹമ്മദ് മുസ്തഫയെ. ആര്? കഅബ് ബിൻ സുഹൈർ വേഷപ്രച്ഛന്നനായി വന്ന് മുത്തുനബിയുടെ കാര്യം കെട്ടിയില്ലേ ബീത്താണിത്. കഅബ് ബിൻ സുഹൈർ ഹബീബിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബിനെ എവിടെ കണ്ടാണ് സ്വഹാബികൾ കൈകാര്യം ചെയ്യുമായിരുന്നു. അങ്ങനെ വേഷപ്രച്ഛന്നനായി വന്നു ആര്? കഅബ്. എന്നിട്ട് ചെല്ലിയ ബീത്താണ് എന്ത്? മനസ്സായത്. അതിനാ പേര് ചെല്ലിയത്. ഈ സുആദിന്റെ കാമുകന്മാരെ പറ്റി അറിയുമോ? പ്രേമം കേറുന്നതിനനുസരിച്ച് മെലിഞ്ഞു. സുആദിന്റെ അടുത്തെത്താനോ മുതൽ ചെലവഴിക്കുകയും ചെയ്യും. എന്ത് പോയാലും വേണ്ടില്ല, സുആദിന്റെ അടുത്തെത്തണം. അപ്പോൾ ഗൈബത്തിലെ സുആദിനെ ഹുളൂറാക്കുന്ന പണിയാണ് മുഹബ്ബിന്റെ പണി. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അങ്ങനെയായാൽ പ്രൊട്ടക്റ്റഡ് മേനിയായിരിക്കും. നമുക്ക് ഹബീബായ നബി ഹുളൂറിൽ വന്നാൽ പ്രൊട്ടക്റ്റഡ് ആണ്. സൂറത്തുൽ അൻഫാൽ 33-ാമത്തെ ആയത്ത്. ഇപ്പോൾ ഞാൻ അടുത്ത ആയത്തോടെ പോവാണ്. ഇതുവരെ പറഞ്ഞു അതിന്റെ നതീജയാണ്, ഔട്ട്പുട്ടാണ് ഇനി പറയുന്ന ആയത്ത്. വമാ കാനല്ലാഹു ലിയുഅദിബുഹും വഅൻത ഫീഹിം. മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് അന്തയായാൽ നിങ്ങൾക്ക് അദാബ് ഉണ്ടാവുകയില്ല. അതാണ് പറഞ്ഞത്. ഹുവയല്ല, എന്താകണം? അന്ത്യാകണം. മനസ്സിലായില്ല? വമാ കാനല്ലാഹു ലിയുഅദിബുഹും വമുഹമ്മദുൻ ഫീഹിം എന്നല്ല, വഅൻത ഫീഹിം. റസൂലുള്ളാഹിക്ക് ആരാകണം? അന്ത്യാകണം. അന്താന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ ആരുണ്ടാവണം? റസൂലുള്ളാഹി. അവർക്ക് ദുനിയാവിലെ ആദാബ് ഉണ്ടാവില്ല, ആഖിറത്തിലെ ആദാബില്ല. അത് ഒരാൾക്കൊരെ പഠിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല. അവർ ലോകം മുഴുവൻ പിടിച്ചടക്കിയപ്പോൾ സ്വഹാബികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ സ്കോട്ട്ലൻഡ് പിടിച്ചടക്കിയപ്പോൾ അവർക്ക് സ്കോട്ടിഷ് അറിയില്ല. അവർ സ്പെയിൻ പിടിച്ചടക്കിയപ്പോൾ അവർക്ക് സ്പാനിഷ് അറിയില്ല. അവരങ്ങോട്ട് പോയി ലോകമൊക്കെ ഇരുന്ന് വന്ന്. എന്തുകൊണ്ട്? വഅൻത ഫീഹിം. അവരുള്ളിൽ അന്തണ്ട് മുഹമ്മദ് മുസ്തഫ. ഇതർത്ഥം പറയുന്നു. ഹുവയാ പോരാ, എവിടെ എത്തണം? അന്ത്യാകണം. അന്ത്യാകണം. വമുഹമ്മദുൻ ഫീഹിം എന്നല്ല, വഅൻത ഫീഹിം. നബിയെ അങ്ങൊരാക്കാന്തയായാൽ അയാൾക്ക് പിന്നെ അദാബില്ല. അയാളെ പേടിപ്പിക്കാൻ പിന്നെ ഒരാൾക്കോട്ട് കഴിയുകയും ഇല്ല. എന്തുകൊണ്ട്? നുസിർതു ബിർറുബി. എല്ലാരും പേടിച്ച ആൾ നിന്റെ കൂടെയുണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ടാകും? റസൂലുള്ളാഹി ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി നുസിർതു ബിർറുബി. എൻ്റെ പരിസരവാസികൾക്കൊക്കെ എന്നെ പേടിയാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പേടിയാ. പുണ്യ റസൂലിനെ ഒരു ഹദീസ് മസീറത്ത് ഷഹ്റൈൻ, 2 മാസം ഒരു ഒട്ടകം വഴി ഓടിയാൽ എത്ര ദൂരത്തും അതിന്റെ പരിസരത്തുള്ള ആളുകൾക്കെല്ലാം എന്നെ പേടിയാ. എന്നെ പേടിയാ. ഒന്നും ചെയ്തിട്ടില്ല, പേടിയാ. വെറുതെ പേടിയാ. ഞാൻ ഒന്നും കാട്ടില്ല, നല്ല പേടിയാ. ഞാൻ ഒന്നും ചെയ്യൂല, നല്ല പേടിയാ. എന്നാലും പേടിയാ. വമാ കാനല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം. നബിയെ ഒരു ജനതയിൽ അങ്ങ് അന്തയായാൽ ആ ജനതയ്ക്ക് പിന്നെ അദാബില്ല. എങ്ങനെ അന്തയാവാ? അങ്ങയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും അവരുടെ ജീവിതമായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പ്രഭാതം നബിയുടെ പ്രഭാതം പോലെ, അവരുടെ പ്രദോഷം നബിയുടെ പ്രദോഷം പോലെ, അവരുടെ ഹുദൂർ നബിയുടെ ഹുദൂർ പോലെ, അവരുടെ യാത്ര ഹബീബിന്റെ യാത്ര പോലെ, അവരുടെ പിതൃപുത്ര ബന്ധം നബിയുടെ പിതൃപുത്ര ബന്ധം പോലെ, അവരുടെ കിടപ്പറ നബിയുടെ കിടപ്പറ പോലെ, അവരുടെ ആരാധന മുത്തു നബിയുടെ ആരാധന പോലെ, അവരുടെ ഉൾക്കൊള്ളൽ നബിയുടെ ഉൾക്കൊള്ളൽ പോലെ. ശ്രമിക്കുക, കഴിഞ്ഞിട്ടല്ല, ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. താടിക്ക് 2 അവസ്ഥ ഉണ്ട്. ഒന്ന് രോമത്തിലേക്ക് നോട്ടം, ഒന്ന് മുഖത്തേക്ക് നോട്ടം. താടിക്ക് 2 അവസ്ഥ ഉണ്ട്. ഒന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖത്തുള്ളതൊക്കെ ഉണ്ടാക്കി. 2 രോമത്തിലേക്ക് നോക്കി, മുഖത്തിലേക്ക് നോക്കി എന്നില്ല. അതാണ് ബിദ്അത്തിന്റെ താടി. മുഖത്തിലേക്ക് നോക്കൂല, രോമത്തിലേക്ക് നോക്കുള്ളൂ. ഇതിൽ വല്ലാതൊന്നും കിട്ടിക്കോളുന്നില്ല. രോമം എന്നത് ആചാര മുഖത്ത് നിന്നാൽ മാത്രമാണ് അതിന് വരുള്ളത്. ഇല്ലെങ്കിൽ അത് ബാർബർ ഷാപ്പിൽ വേസ്റ്റാണ്. താടി മുഖത്തിന്റെ ഭാഗം എന്ന നിലക്കും അതിനെ നോക്കാം, രോമം എന്ന നിലക്കും അതിനെ നോക്കാം. നീണ്ട രോമം എന്ന നിലക്ക് താടിയെ കാണാം, മുഖത്തിന്റെ ഭാഗം എന്ന നിലക്ക് നോക്കാം. മുഖത്തിന്റെ ഭാഗം എന്നായപ്പോൾ മുഖത്തോടാണ് ബഹുമാനം. അപ്പൊ മുഖത്തുള്ളതൊക്കെ കയറ്റിയതാണ്. അതാണ് ഒരു സൈസ് താടി. 2 മുഖത്തേക്ക് നോക്കണേയില്ല. എന്തിലേക്ക് നോക്കണത്? രോമത്തിലേക്ക്. അത് ബാർബർ ഷാപ്പിലെ വേസ്റ്റ് ആയിരിക്കും. താടി എന്ന് പറഞ്ഞാൽ ആചാര മഹത്വങ്ങളാണ് ബഹുമാനിക്കപ്പെട്ടത്. അത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാർബർ ഷാപ്പിലെ വേസ്റ്റ് ആവും.
ചില ആളുകളെ സുന്നത്ത് ബാർബർ ഷോപ്പിൽ വേസ്റ്റാണ്. മുഹമ്മദ് മുസ്തഫയെ കണ്ടിട്ടില്ലെങ്കിൽ താടിക്കൊരു വിലയില്ല. ഒരാൾക്ക് താടി മുളച്ചേനല്ല, ഒരാൾക്ക് താടി മുളച്ചതേയില്ല. അങ്ങനെയുള്ള നിക്കോബാറിൽ താടി മുളക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ടമാൻ നിക്കോബാർ എന്നൊരു നാടുണ്ട്. പിന്നെ മംഗോളിയൻസിന് താടിനെ മുളക്കൂല, മംഗോളിയൻസിന് താടി മുളക്കൂല. പിന്നെ അവർക്ക് മുഹമ്മദ് കേട്ടില്ലേ ഉണ്ട്. അവരുടെ മിർഹാത്തുൽ ഖൽബിൽ മുത്തുനബിയാണ്. താടി മുളച്ചില്ലെങ്കിലും മുത്തുനബിയാണ്. ചിലർക്ക് മുഹമ്മദ് മുസ്തഫാനെ അറിയൂല, മുഹമ്മദ് മുസ്തഫയിലേക്ക് അവർ നോക്കുകയില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയാൻ പോലും അവർക്ക് ശങ്കയാണ്. അങ്ങനെയുള്ളവരുണ്ട്. താടിയും പാടുണ്ടോ അസ്സലാമു അലൈക അയ്യുഹൻ നബി പേടിയാണ്. ഹുവയാൽ അന്തയാക്കിയാൽ ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ വരും. സ്വഹാബികൾക്ക് സ്കോട്ടിഷ് അറിയൂല, അവർക്ക് ഫ്രഞ്ച് അറിയൂല, അവർക്ക് സ്പാനിഷ് അറിയൂല, അവർക്ക് ഇംഗ്ലീഷ് അറിയൂല, അവർക്ക് ആഫ്രിക്കയിലെ ഭാഷകളൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് എന്തറിയും? മുഹമ്മദിയത്ത് അറിയും. അവർക്ക് പറ മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ. അവർക്കൊന്നും അറിയൂല, അവർക്ക് മുഹമ്മദിയത്ത് അറിയും. അവർക്ക് പറ മുഹമ്മദ് മുസ്തഫ. പീഠത്തിലേക്ക് ഇരിക്കാൻ പോയില്ലേ അബൂ സുഫിയാൻ? പീഠത്തിലേക്ക് ഇരിക്കാൻ പോയി. അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്നു റംല അഥവാ ഉമ്മു ഹബീബ സൗജത്തുൻ നബിയിൽ മുസ്തഫ. ഒരു പീഠണ്ടായിരുന്നു വീട്ടിൽ. ആ വീട്ടിലേക്ക് കയറി വന്നു. മുത്തുനബി ഇല്ലാത്ത സമയത്ത് മുത്തുനബി മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ അറിയാതെ മറ്റൊരു വഴിയിലൂടെ വന്നുപോയി. ആര്? അബൂ സുഫിയാൻ. മദീനയിലെത്തിയപ്പോൾ എൻ്റെ മോളെ വീടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. മോളാണ് ആര്? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആരുടെ ഭാര്യയാണ്? മുത്ത് റസൂലിന്റെ. അവിടെ വന്നസ്ക്ക് മോളൊന്ന് കാണാമല്ലോ വിചാരിച്ച് വീട്ടിൽ പോയി. കയറാൻ പറഞ്ഞില്ല. ബാപ്പ എന്നോട് കയറാൻ മോള് പറഞ്ഞില്ല. പിന്നെ ബാപ്പ അങ്ങനെ ആലോചിച്ചു, എൻ്റെ മോളെ വീട്ടിലേക്ക് എന്നോട് കയറാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ മോളെ വീടല്ലേ. അത് കയറിയപ്പോൾ ഇരിക്കാനും പറഞ്ഞില്ല. അപ്പോൾ ബാപ്പ വിചാരിച്ചു, എന്നോട് എൻ്റെ മോളെ വീട്ടിൽ എന്നോട് ഇരിക്കാൻ പറയുന്നത് എൻ്റെ തന്നെയല്ലേ. ഇരിക്കാൻ വേണ്ടി ഒരു പീഠ ഉണ്ടായിരുന്നു. അവിടെ ആ പീഠത്തിൻ്റെ മുകളിൽ ഒരു നിദ്ര ഉണ്ടായിരുന്നു, ഒരു വിരിപ്പ്, ഒരു കട്ടിവിരിപ്പുണ്ടായിരുന്നു. ആ കട്ടിവിരിപ്പിലേക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ചെല്ലുമ്പോൾ ഓടി ചെന്നിട്ട് എന്തായിരുന്നു? ആ ജമുക്കാളത്തെ ആ ഒരു വിരിപ്പിനെ, ആ കട്ടിവിരിപ്പിനെ വലിച്ചിട്ടെടുത്തു. ആര്? ഹബീബ. അപ്പോൾ അബൂ സുഫിയാൻ തല കത്തിപ്പോയി. മക്കങ്ങാടിയിൽ 4 വിലക്ക് 4 ദിർഹമിന് വിലല്ലാതെ റോഡ് സൈഡിൽ വെക്കണ സാധനം. 4 ദിർഹമിന് വിലല്ല. ഞാൻ മക്കയിലെ പ്രമാണികളുടെയും തലവനാണെന്ന് നിനക്കറിയൂലേ? 4 ദിർഹമിന് പോലും വിലയില്ലാതെ മക്ക അങ്ങാടിയിൽ ഫുട്പാത്തിൽ വെക്കുന്ന സാധനമല്ലേ റംല ഇത് നീ വലിച്ചെടുത്തതെന്തിന്? അപ്പോൾ പറഞ്ഞു, ഉപ്പ നിങ്ങൾ 4 അല്ല 4000 ദിർഹമിന്റെ പുറത്ത് മിരിക്കാൻ കഴിവുള്ളവനാണ്, പക്ഷേ ഇരുമലിരിക്കാൻ പറ്റില്ല. എന്റെ വീട്ടിലേക്ക് ഹബീബ് കയറി വന്നാൽ ഞാൻ റസൂലുള്ളാഹിനെ സൽക്കരിക്കുന്ന ദിവസങ്ങളുണ്ട്. ഹബീബായ നബിയെ എനിക്ക് സ്വന്തമായി കിട്ടുന്ന രാത്രികളുണ്ട്. ആ രാത്രികളിൽ പകലുകളിൽ ഹബീബ് എന്റെ വീട്ടിലായിരിക്കും, എന്റെ മടിത്തട്ടിലായിരിക്കും. അപ്പോൾ കയറി വന്നാൽ ഹബീബ് വിശ്രമിച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഇതിവിടെ ഇരിക്കാൻ നിങ്ങളല്ല കിസ്റ വന്നാലും ഞാൻ സമ്മതിക്കുകയില്ല. ഹബീബ അതാണ് അല്ല. ആ ആളെ മുക്കുമ്മിമാപ്പയല്ല, താങ്കൾ. ഒരു മുഅ്മിനായ മനുഷ്യൻ മുഹിബായാൽ അവന് ഹു അല്ല, പിന്നെ അവൻ എന്താ? അന്ത്യ നബി. അങ്ങ് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി. അതാണ് അന്ത തദ്ലു ബൈനന في الكواكب كالبدور بل واشرف منه يا سيدي خير النبي. ഹിജ്റ 891 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത മലയാളക്കര കണ്ട ആലിമുൽ കബീറാണ് മഖ്തുമുൽ മഅബരി റളിയല്ലാഹു അൻഹു. അവർക്ക് 28ഓളം കിതാബുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കിതാബാണ് മങ്കൂസ് മൗലൂദ്. തുടങ്ങുന്ന അന്ത്യാണ്, ഹുവയല്ല, അന്ത്യാണ്. അള്ളാഹ് പറഞ്ഞതും അന്ത്യാക്കണം എന്നാ, ഹുവയാക്കണം എന്നല്ല. ഹുവയാക്കിയ പോരാ, എന്താക്കണം? പറയും. എന്താ? നിങ്ങളെ വാക്കുകൊണ്ടും നിങ്ങളെ പ്രവൃത്തി കൊണ്ടും നിങ്ങളെ സ്വഭാവം കൊണ്ടും നിങ്ങളെ വീട് കൊണ്ടും നിങ്ങളെ യാത്ര കൊണ്ടും നിങ്ങളെ വാഹനം കൊണ്ടും എന്തുകൊണ്ടും അന്ത്യാക്കണം മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ ഹറക്കാത്ത് സക്കനാത്തുകൾ പുണ്യ നബിയുടേതാക്കാൻ ശ്രമിക്കണം. അപ്പോൾ പിന്നെ വമാക്കാൻ അല്ലാഹു ലിയുഅദിബു, നിങ്ങൾക്ക് അദാബില്ല, നിങ്ങൾ ഉള്ളിടത്തൊന്നും സംഭവിക്കുകയില്ല. പ്രൊട്ടക്റ്റഡാങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. 2 ലക്ഷം പട്ടാളത്തിന്റെ മുന്നിൽ നിന്നിട്ടല്ലേ ഒരു പോറലിൽ കറ പോണത് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ്. അന്ന് ഖാലിദിന്റെ കൂടെ ഉള്ളത് 3000 ആളുകളാണ്. 2 ലക്ഷം പട്ടാളത്തിന്റെ മുന്നിൽ 2 ലക്ഷം പട്ടാളത്തിന്റെ മുന്നിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു 3000 ആളുകളുള്ള ആര് മഹാനായ ഖാലിദ് ബിൻ വലീദ്. തിരിച്ചു വന്നപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സൈഫുല്ലാ എന്ന് പേര് കൊടുത്തു. ആർക്ക്? ഖാലിദിന് റളിയല്ലാഹു അൻഹു. 3 ആൾ മരിച്ചു. അവർ മരിക്കേണ്ടവരാണ്. അവർ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടിയിട്ടുണ്ട്. ഒന്ന് സയ്യിദ് ബിൻ ഹാരിഥ, ഒന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ, ഒന്ന് ജാഫർ ബിൻ അബീ ത്വാലിബ്. ഈ 3 മരിക്കും എന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടിയിട്ടുണ്ട്. അവർ മരിക്കാൻ പൊട്ടിക്കരഞ്ഞ് കുതിച്ചവരാണ്. അവരാഗ്രഹം പോലെ നടത്തി. ഭാഗ്യം തിരിച്ചു വന്നു. ഒന്നും പ്രശ്നം ഉണ്ടായില്ല. ആരെ മുന്നിൽ? 2 ലക്ഷം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ. അവരുടെ കയ്യിലോ അവർ ബൈസന്റൈൻ ചക്രവർത്തിയുടെ പട്ടാളമാണ്. അക്കാലത്ത് ഏറ്റവും ആയുധം അവരുടെ കയ്യിലാണ്. നാവികപ്പട അവരുടേതാണ്. കാലാൽപ്പട അവരുടേതാണ്. അബസീനിയക്കാർ പോലും അവളെ പേടിയാണ്. പേർഷ്യക്കാർക്ക് പോലും അവളെ പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. എന്നിട്ടൊന്നും സംഭവിച്ചില്ല. ഇങ്ങോട്ട് പോന്നു. ഇവരെ പേടിച്ച് ബാക്കിലേക്ക് പോയി. 3000 പട്ടാളത്തെ പേടിച്ച് ബാക്കിലേക്കാണ് പോയി. ആര്? ബൈസന്റൈൻ ചക്രവർത്തിയുടെ 2 ലക്ഷം വരുന്ന പട്ടാളം. അങ്ങനത്തെയായാൽ പിന്നോടൊന്നും നടക്കൂല. എല്ലാ മൗലിദുകളും നബിയെ അന്തയാക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത വരിയുണ്ട്. യാ ഹബീബി യാ മുഹമ്മദ് യാ റൂസൽ ഖാഫിഖൈനി യാ മുആ യാ ഇമാമൽ ഖിബ്ലതൈനി മർറാ വജ്ഹക യസ്അദ് മർറാ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക صافي المبرد وردنا يوم النشور. മുഹമ്മദ് മുസ്തഫ 2ാം കലിമയെ ഹുളൂറിൽ പറഞ്ഞവർ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഗൈബത്തിൽ നിന്ന് ഹുളൂറിലേക്ക് കയറണം. അവർക്കൊരു ഭാഗ്യം കിട്ടി. ഇത്തിഹാദ് സമാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലവും നബിയുടെ കാലവും ഒന്നായതുകൊണ്ട് അവർക്ക് ഗൈബത്ത് ഉണ്ടായില്ല. എന്തുള്ളത്? ഹുളൂർ. മനസ്സിലാവുന്നില്ല ജനങ്ങളെ? ഞാൻ അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് റബീഉൽ അവ്വലിന് ഞാനൊരു ദൈലി പറഞ്ഞതാണ്, ഒരു വാല് കൊടുത്തതാണ്. കഴിഞ്ഞ റബീഉൽ അവ്വൽ പ്രഭാഷണത്തിന് ഞാനൊരു വാല് വെക്കുകയാണ്. ഈ പ്രഭാഷണം നമ്മൾ ചെയ്യേണ്ടത് എന്താ? പഴയ കാലത്തെ എല്ലാ മഹാന്മാരും പറയും നബിയെ ഹാളറാക്കണം. എപ്പോഴും നബി നമ്മുടെ കൂടെ ഉണ്ടാവണം. നബി കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടെ ഉണ്ട്? അല്ലാഹു. മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാൾ എന്നെ കണ്ടാൽ അല്ലാഹുവിനെ കണ്ടതുപോലെയാണ്. മൻ അറഫനി ഫഖദ് അറഫൽ ഹഖ. എന്നെ അറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞതുപോലെയാണ്. അപ്പൊ നബിയെ ഒരാൾ സംശീകരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ, പുണ്യ നബി മുസ്തഫ. നബിയുടെ താല്പര്യം അവന്റെ താല്പര്യമാകണം. കഅബ് ബിൻ മാലിക്കിനെ ഒരു ഉപരോധ ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ മാലിക്കിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ച്. ആദ്യ സുന്ദരി കുട്ടിയായ ഭാര്യയുടെ ഭർത്താവാണ് കഅബ് ബിൻ മാലിക്. ഹബീബായ നബി പറഞ്ഞ്, ഇതാ അവനോട് ഇനി അവളെ കൂടെ കിടന്നുറങ്ങരുത് എന്ന് പറയുക. ദൂരൻ വന്ന് അമറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുർസിലഹ ഇലാ ബൈതിഹാ. നിന്റെ ഭാര്യയെ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കണമെന്ന് റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല മുതവാദിഅ. അപ്പോൾ വന്ന ദൂതനോട് ഇയാൾ ചോദിച്ചു, അമറനി അൻ ഉതല്ലിഖഹ ലൗ അമറനി അൻ ഉതല്ലിഖഹ ലതലഖ്തുഹ. തലാഖിലാൻ കൽപ്പന ഉണ്ടെങ്കിൽ ഇപ്പൊ തലാഖും ചെല്ലും. എൻ്റെ ഭാര്യൻ്റെ സ്വകാര്യം നബിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആകാശത്ത് വന്ന വരും വല്ല നിസ്കാരം നോമ്പുണ്ടെങ്കിൽ പറഞ്ഞോടെ എന്തിനു വരേണ്ട ഇല്ല എന്നും പറയാം. അന്നത്തെ ഘട്ടത്തിൽ ഹസ്സൻ രാജാവ്, ജൂതനായ രാജാവ് വിളിച്ചിട്ടുണ്ട്. ആരെ? കഅബിനെ. കഅബ നിങ്ങളെ പോലത്തെ ഒരാളെ പുറത്താക്കാൻ പാടില്ല, നിങ്ങൾ ഞാൻ ഏറ്റെടുക്കാം എന്നാര് പറഞ്ഞിട്ടുണ്ട്. ജൂതരാജാവിന്റെ തൊട്ടടുത്ത മന്ത്രിയാക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ആരെ? കഅബ് ബിൻ മാലിക്കിനെ. ആ കത്തിപ്പിച്ചിട്ട് വിളിച്ചത്. വീട്ടിലെത്തിയപ്പോഴുണ്ട് ആള് വരുന്നത്. എന്ത്? അമറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുർസില സൗജതക ഇലാ ബൈതിഹാ. നിന്റെ ഭാര്യയെ അവളെ വീട്ടിലേക്ക് അയക്കണമെന്ന് മുസ്തഫ നബിയുടെ കൽപ്പനയുണ്ട്.
ഫസഅലഹു മുതവാദിഅ. അപ്പോൾ വിനയത്തോട് ചോദിച്ചു, അമറനി തൊലാഖെല്ലാം കൽപ്പനയുണ്ടോ? ഫഖാലല്ല. അതിപ്പോൾ കൽപ്പനയില്ല. അപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി മാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉതല്ലിഖ സൗജതി. എന്റെ ഭാര്യ തൊലാഖ് ചെല്ലണമെന്ന് നബി എന്നോട് കൽപ്പിച്ചിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ലോ അമറനി ലതല്ലഖ്തുഹ. നബി അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ തൊലാഖില്ല. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ഞാൻ അകത്തേക്ക് കയറുന്നില്ല, നീ നിന്റെ വീട്ടിൽ പോയിക്കോ, എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറുള്ളൂ. പിന്നെ ഒറ്റക്ക് വാർക്കാണ് ആര്? കഅബ്. ഒരിക്കൽ സലാം പറയാം, ആര് സലാം പറഞ്ഞു? കഅബ് സലാം പറഞ്ഞു, ആര് സലാം മറക്കൂല. കാരണം മടക്കുന്ന നബി പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ ആങ്ങള ഈ പെണ്ണിന്റെ ആങ്ങളിന്റെ അടുത്ത് പോയി അളിയൻ അങ്ങാടിയിൽ കണ്ടപ്പോൾ പാഞ്ഞു എന്നിട്ട് സലാം അലൈക്കും. അയാൾ തിരിഞ്ഞു, പൊന്നരിച്ച് സഹോദര ചിഹ്നമാനം കണ്ടല്ലേ. ഇതൊരാൾ കണ്ട നബിയോട് പോയി പറയും. മനസ്സിലായോ? അളിയൻ പാഞ്ഞുപോയി. സലാം പറഞ്ഞപ്പോൾ ആര്? കഅബ് ബിൻ മാലിക് സലാം പറഞ്ഞപ്പോൾ സ്വന്തം അളിയൻ പാഞ്ഞുപോയി. പിന്നെ ഒറ്റക്ക് വീട്ടിൽ ഒരാൾ മിണ്ടൂല, ഒരാൾ സലാം പറഞ്ഞ മടക്കൂല. സുജൂദിൽ അങ്ങനെ കിടക്കും. 10-40 ദിവസം കഴിഞ്ഞ് മദീന പള്ളിയുടെ മുട്ടുപ്പാവിൽ സുബഹ് നേരത്ത് കയറി നിന്ന് മദീനയിലെ പൂങ്കുയിൽ സയ്യിദുനാ ബിലാൽ എന്നിട്ട് പറഞ്ഞു, തഖബ്ബലല്ലാഹു സൗജത കഅബിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഫഖറ സാജിദൻ ലില്ലാഹ്. അപ്പോഴേക്കും സുജൂദിൽ വീണു മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വിട്ടുപോകാൻ കഴിയില്ല, കൊല്ലണമെങ്കിൽ കൊന്നാളി പോല. അതാണ് അവർക്ക് നബിയെ വിട്ട് ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചത് ഗൈബത്തിൽ കിടക്കുന്ന നബിയെ പിടിച്ചിലും എന്തിലേക്ക് കൊണ്ടുവരണം? ഹുദൂറിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദനെ പറയണേ, ഇനി അത് അഷ്ഹദു അന്നക്കാക്കണം. ആവും അല്ലാഹു തൗഫീഖ് തരട്ടെ. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആരാണെങ്കിൽ മുഹമ്മദ് മുസ്തഫയാണെങ്കിൽ. അപ്പൊ രാത്രി കാലങ്ങളിൽ പകലും രാത്രിയൊക്കെ ആര് വരും നമ്മുടെ അടുത്തേക്ക്? മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. നബി തന്നെ വരും. മുഹമ്മദ് മുസ്തഫ വരും, പുണ്യ റസൂൽ മുസ്തഫ വരും. ഹബീബിനെ കാണും, പേടിക്കണ്ട. മൻ റആനി ഫിൽ മനാം ഫഖദ് മൻ റആനി ഫിൽ മനാം ഫഖദ് യറാനി. കണ്ടാൽ എന്നെ തന്നെ. ഫഇന്ന ശൈത്വാന ലാ യതമത്തലു ബി. മഹാനായ കണ്യത്തിന്റെ ആണ്ടാണ് ഇന്ന്. റഹ്മത്തുള്ളാഹി അലൈഹി. കണ്യത്തിന്റെ ആണ്ടാണ്. അല്ലാഹു ഒരു ദർജ കൊടുക്കട്ടെ. ഇന്നാണ് കണ്യത്തിന്റെ ആണ്ട്. കണ്യത്തിന്റെ ആണ്ടാണെന്ന് മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പിണങ്ങി. നബി അങ്ങനെ ഒറ്റ നിങ്ങൾ എനിക്ക് പ്രവാചകത്വത്തിന് മുദ്ര കാണിച്ചു തന്നിട്ടില്ല, അങ്ങനെയാണ് പോവുക. അപ്പൊ പിറ്റേന്ന് പിന്നെയും വന്ന് പ്രവാചകത്തിന് മുദ്ര കാണിച്ചു. എന്താ കുട്ടി മനസ്സിലായില്ല? റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുത്തു. ആർക്ക്? കണ്യത്ത് സ്ഥാനം. എന്ത് കണ്ടില്ല? റസൂലുള്ളാഹിന്റെ വലത്തെ ഭാഗത്തെ ചുമലിനവിടെ പ്രവാചകത്വത്തിന് മുദ്ര ഉണ്ട്. അതൊരു നബിക്കുല്ലാട്ടറാണ്. സൽമാൻ വന്നപ്പോൾ സൽമാൻ ഇങ്ങനെ നബിയെ ചുറ്റിയടിച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഈ മുദ്ര കാണാൻ ഒരു തുറിച്ചു നിൽക്കുന്ന ഒരു കഷ്ണുണ്ട് ഇവിടെ. റസൂലുള്ളാഹിക്ക് പ്രവാചകത്വത്തിന്റെ ഒരു മുദ്ര ഉണ്ട്. സൽമാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ മേലെയുള്ള മേൽപുതപ്പ് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. സൽമാൻ അതിങ്ങനെ നോക്കി വന്നിട്ട് ഷാദ് മനസ്സിലാവുണ്ട് പറഞ്ഞത്. കണ്യത്ത് സ്വപ്നം കണ്ടു. ആരെ? മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് നബിയോട് പിണങ്ങി. അതിന്റെ പരിപാടിയാ. അങ്ങോട്ട് പാഞ്ഞു പോണ്. കണ്ടൊക്കെ കാണിച്ചു തരണ്ടേ? പിറ്റേന്ന് പിന്നെയും വന്നു. ആര്? പറ. മുത്ത് റസൂലുള്ളാഹി. അതാണ് ആൺകുട്ടി. എന്നോട് ആൺകുട്ടി അറിയാം. എന്നോട് ആൺകുട്ടി എന്നറിയാം. അതാണ് ആൺകുട്ടി. ഇതാണ് ആൺകുട്ടി. കണ്ടില്ലേ? മുത്ത് റസൂൽ മുസ്തഫ. പിറ്റേന്ന് നബിയോട് പിണങ്ങി. പിണങ്ങാലോ? ഉമ്മാനോട് കുട്ടികൾ പിണങ്ങുമല്ലോ. അത് അവസാനത്തെ പിണക്കല്ലല്ലോ. അതിന്റെ പരിപാടിയാണ്. കാണുന്നൊന്നും എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചത്. പിറ്റേന്ന് മുത്തുനബി വന്ന് എന്നിട്ട് എന്ത് ചെയ്ത്? അവിടുത്തെ ഖത്മുൻ നുബുവത്തിന്റെ മുദ്രയുണ്ട് വലത്തെ ചുമലിൽ. അത് കാണിച്ചു കൊടുത്ത് അതൊന്നും കൂടി കണ്ടാളാ മതി അങ്ങോട്ട് കണ്ടു. എന്തുകൊണ്ട്? ഹുദൂറിലാണ് എപ്പോഴും ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹുദൂറിലാണ്. ആശുപത്രി കിടക്കയിൽ പോലും ആശുപത്രി കൊണ്ടുപോയി രണ്ടാളിങ്ങനെ കൊണ്ടുപോയി കിടത്താൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ കിടന്നാൽ വലഭാഗത്തേക്ക് തുപ്പേണ്ടി വരും, അതുകൊണ്ട് ആ കിടത്തം ശരിയാവില്ല എന്ന്. അപ്പോൾ രണ്ടാൾ ചുമക്കുമ്പോഴും വൈബത്തിലല്ല. റസൂലുള്ളാഹി എന്തിലാണ്? റസൂലുള്ളാഹി ഹുദൂറിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. തന്നെയാണ് അവർക്ക്. അവർക്കൊക്കെ അന്ത്യാണ്. അവരാണ് ഒറിജിനൽ. അസ്സലാമു അലൈക
അയ്യോ നബിയുടെ ആളുകൾ നമ്മൾ അവർക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. രണ്ടാം കലിമ സ്വഹാബത്ത് ചെല്ലിയതുപോലെ ചെല്ലാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഗൈബത്തിൽ കിടക്കുന്ന ഹുദൂറിലേക്ക് വരണം. ഒരു പേടി ഉണ്ടാവില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വമുഹമ്മദുൻ ഫീഹിം അല്ല വഅൻത ഫീഹിം. അന്ത ഒരു ജനതയിലുണ്ട്, ഉണ്ടെങ്കിൽ ആ ജനതക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. മുഹമ്മദ് മുസ്തഫ ഒന്നുണ്ടാവില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഈസാ നബിയെ ഒരു കുഞ്ഞുമോൻ അന്തയാക്കി. ഈസാ നബിയെ ഒരു കുഞ്ഞുമോൻ അന്തയാക്കി. പോയായ ഈസാ നബിയെ ഒരു കുഞ്ഞുമോൻ അന്തയാക്കി. ആ സംഭവം ഉണ്ട്. ബുഖാരി, സ്വഹീഹുൽ ബുഖാരി തുറന്നാൽ ഒരു 2 പേജാണ് കഴിഞ്ഞാൽ ഹദീസ് കാണാം. ദൈവത്തെ വാദിക്കുന്ന രാജാവായിരുന്നു. ജ്യോത്സ്യപ്പണി പഠിക്കാൻ വേണ്ടി തന്റെ ജ്യോത്സ്യൻ വൃദ്ധനായപ്പോൾ കുഞ്ഞിനെ തെരഞ്ഞെടുത്തു. പക്ഷെ ആ കുഞ്ഞെന്ത് ചെയ്ത് മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു ആൽഫായ മനുഷ്യനെ കുട്ടിയെ പഠിപ്പിച്ചു. അപ്പോൾ ഈ കുഞ്ഞുമോനായ സയ്യിദുനാ ഈസാ പിന്നെ ഈ കുട്ടി എന്ത് ചെയ്ത്, പിന്നെ ഈ കുട്ടി കുരുടന്മാരുടെ സ്വക്കട് മാറ്റി. കുരുടന്മാരുടെ സ്വക്കട് മാറ്റുന്ന പണി ആയിരിക്കാം ഈസാ നബിക്ക്. ഈസാ നബി അന്തയായാൽ ആ കുട്ടിക്കും കഴിഞ്ഞ് മാനവ്യാധി മാറ്റി. രാജാവിന്റെ പ്രധാനമന്ത്രി കുരുടനായിരുന്നു. ഒരു ദിവസം ദർബാറിൽ ചെന്നപ്പോൾ കുരുടില്ല. ആരാ എങ്ങനെ കുരുട് മാറിയിരുന്നു? അപ്പോൾ പറഞ്ഞു ഷഫാനി റബ്ബി, റബ്ബ് ശിഫയാക്കിയാണ്. ഞാൻ അല്ലാത്ത റബ്ബ് എനിക്ക് ഉണ്ടോ ചോദിച്ചു. എന്ത് റബ്ബാണ്? ഇന്റെ റബ്ബാരാ? എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഇതിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ കാല് മാറല്ലേ? മനസ്സിലായി? ആരാത് പഠിപ്പിച്ച്? അപ്പൊ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ച് പല കളിയും കളിച്ച് കുട്ടിയെ തൊടാൻ കഴിഞ്ഞില്ല. അറിയില്ല നിങ്ങൾക്ക്? തൊടാൻ കഴിഞ്ഞില്ല. മലമുകളിലേക്ക് അയച്ച് മലമുകളിൽ പ്രകമ്പനമുണ്ടായി കൊണ്ടുപോയവർ മരിച്ച്. കുട്ടിക്കൊന്നും പറ്റിയില്ല. കപ്പലിൽ കൊണ്ടുപോയി നടുക്കടലിൽ എറിയാൻ കൽപ്പിച്ച് കപ്പൽ പൊളിഞ്ഞ് കുട്ടി രക്ഷപ്പെട്ട് രാജകിങ്കരന്മാര് മരിച്ച്. കുടുങ്ങി രാജാവ്. എന്തുകൊണ്ട്? ഈസാ അന്തയായ കുട്ടിയത് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അവസാനം കുട്ടി തന്നെ പറഞ്ഞു, ഞാൻ മരിനെ കൊല്ലണമെങ്കിൽ ഞാൻ എടുത്തു തരുന്ന അമ്പിനെ ഞാൻ തരുന്ന വില്ല് കൊണ്ട് കൊലച്ചിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്നൊരു പീഠത്തിൽ എന്നെ കയറ്റി വെച്ചിട്ട് വില്ല കുലക്കുമ്പോൾ ബിസ്മില്ലിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി പറയണം. മൈതാനിയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അവനാടിയിൽ നിന്ന് അമ്പും വില്ലും കുട്ടി തന്നെ എടുത്തു കൊടുത്തു. പിന്നെ കുട്ടി പറഞ്ഞ് ചൊല്ലേ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. അപ്പോൾ അയാൾ ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി 2 പേജിന്റെ പുറത്തുണ്ട്. അയാൾ എന്ത് പറഞ്ഞു? കുട്ടിയെ കൊല്ലണല്ലോ ഇയാൾക്ക്. 10,000 ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഇയാൾ എന്ത് പറഞ്ഞ്? ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവൻ കുട്ടിയെ കൊല്ലാൻ വേണ്ടി എന്ത് പറഞ്ഞ്? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. മുഅ്മിനായ കുട്ടിയാണ് മരിച്ചപ്പോൾ, ഈസാ നബിയെ അന്തയാക്കിയ മുഅ്മിനായ കുട്ടിയാണ് മരിച്ചപ്പോൾ 10,000 ജനങ്ങൾ ആ സദസ്സിൽ നിന്ന് ആമന്നാ ബിറബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞേ, ആമൻതും ഖബല അൻ അദന ലക്കും, ഞാൻ സമ്മതം തരാതെ നിങ്ങളൊക്കെ മുഅ്മിനാകണ്ട. അപ്പം പറഞ്ഞു, മുഅ്മിനാകാൻ എന്നോട് കണ്ടയില്ല, എനപ്പണി നോക്ക്. ഞങ്ങൾ ചതിച്ചു എന്നെ പറഞ്ഞില്ലേ? ഇതുവരെ പറഞ്ഞു ഞാനാണ് റബ്ബ് എന്ന്. ഇപ്പൊ ഇന്നെ പറഞ്ഞു ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. നീ എന്താ ചെയ്യാ? അപ്പൊ രാജകങ്കാരന്മാർ പറഞ്ഞു, നാട്ടുകാരൊക്കെ കൊല്ല, നാട്ടുകാരൊക്കെ കൊല്ലാൻ പണിയല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞു? കിടങ്ങ് കീറാൻ തീരുമാനിച്ചു. വഴിയോരങ്ങളിൽ കിടങ്ങ് കീറിയിട്ട് തീ നിറച്ചിട്ട് ഓരോരുത്തരെ അതിലേക്ക് പിടിച്ചിട്ട് വേഗം കൊല്ലാൻ തീരുമാനിച്ചു. ആ സൂറത്താണ് ഏത്? واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. ഈ സംഭവത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഖുർത്തുബി എടുത്ത് നോക്കി, ഈ ആയത്തിന്റെ തഫ്സീറാണത്. ഈ സംഭവത്തിലാണ് സൂറത്ത് അതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അല്ലാമ ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബിയെ ഹുവയാക്കുന്നതിന് പകരം എന്താക്കി? ഒരു കുഞ്ഞുമോൻ ഉണ്ടാക്കി അന്ത്യാക്കി. നമ്മൾ റസൂലുള്ളാഹിനെ അന്ത്യാക്കിയാൽ മതി. നമ്മളെ വാക്കും പ്രവൃത്തിയും വീടും കുടുംബവും ഒക്കെ ആരിലേക്ക് ലയിക്കുക? ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മളെ വാക്കും പ്രവൃത്തിയും ഒക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഈ ലോകത്തൊരാളെയും നമുക്ക് പേടിക്കേണ്ടി വരില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.